ടൈം ഹീൽസ് എവറിത്തിങ്. അതായത് സമയമെല്ലാം സുഖപ്പെടുത്തും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ചില മുറിവുകൾ സമയത്തിനോ മരുന്നിനോ സുഖപ്പെടുത്താനാകില്ല. ആ വേദന നിശബ്ദമായി നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കും. ആ വേദനയുടെ പേരാണ് കുറ്റബോധം. കുറ്റബോധം ആളിക്കത്തി ഒറ്റയടിക്ക് ആളെ കരിച്ചു കളയില്ല. പക്ഷേ അത് നിശബ്ദമായി എന്നും നമ്മുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ദിവസങ്ങൾ കടന്നു പോകും, ലോകം മുന്നോട്ട് പോകും, നമ്മളും ഒരുപാട് മാറും. പക്ഷെ ഉള്ളിലെ ആ ശബ്ദം പൂർണ്ണമായി നിലയ്ക്കില്ല. അത് ഓരോ രാത്രിയും ഓരോ ശ്വാസത്തിലും നമ്മുടെ ആത്മാവിനെ ചോദ്യം ചെയ്യും. നീ ചെയ്തത് ശരിയായിരുന്നോ? നിനക്കിന്ന് ശാന്തിയുണ്ടോ എന്ന്. കർമ്മത്തിന്റെ കണക്ക് എപ്പോഴും പുറത്തുനിന്നല്ല സെറ്റിൽ ചെയ്യേണ്ടി വരുന്നത്. അത് അനുഭവിച്ച് തീർക്കേണ്ടത് ചിലപ്പോൾ ഉള്ളിലുള്ള ഒരു നിശബ്ദതയുടെയോ നഷ്ടമായ സമാധാനത്തിന്റെയോ ഒറ്റപ്പെടലിന്റെയോ ഒക്കെ രൂപത്തിലുമാകാം. കുറ്റബോധത്തിന്റെ വേദനയാണ് ഏറ്റവും ആഴത്തിലുള്ള വേദന. കാരണം അത് ശരീരത്തെയല്ല, ആത്മാവിനെ സ്പർശിക്കും. പക്ഷെ ആ വേദന തന്നെയാണ് നമ്മളെ മാറാനും പഠിപ്പിക്കുന്നത്. സ്വന്തം പിഴവുകളെ മാപ്പാക്കുക, അതാണ് യഥാർത്ഥ മോചനം. കുറ്റബോധത്തെ ശാന്തിയാക്കി മാറ്റുമ്പോഴാണ് ആ കർമ്മക്കണക്ക് അവിടെ അവസാനിക്കുന്നത്.